പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിനൊരു ഡോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഈസ്റ്റും പിന്നെ മൈദപ്പൊടിയും 2 കപ്പ് മൈദപ്പൊടിയും ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കുഴച്ച് ഒരു ഡോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി കാണിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ എൻ്റെ അത് ഞാൻ മാവ് കുഴച്ചെടുക്കുന്ന ഒരു വീഡിയോ എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലും ഉൾപ്പെടുത്താത്തത്. പിന്നെ നമുക്കൊരു പാനിന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകണം കേട്ടോ. അതുവരെ ഒന്ന് ആ ഓയിൽ കിടന്നൊന്ന് റോസ്റ്റാക്കുക. ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് ക്യാരറ്റാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരെ എത്രയും ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കാം. എനിക്കിപ്പോൾ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ആ ഒരു മസാലക്കിടന്ന് ഒന്ന് വാടുക. അപ്പോൾ ഇതിന് ക്യാരറ്റിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അത് മുമ്പിൽ അത് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ടാമത് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കത്തിന് പിന്നെ അത്ര വേവില്ലല്ലോ, അതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ചൂടെ ഇടാഞ്ഞത്. ക്യാരറ്റ് കുറച്ച് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു മുഴുവൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് വീട്ടിൽ ഉണ്ടാക്കുന്നത് എത്ര അതിനനുസരിച്ചിട്ട് അതിൻ്റെ മാവ് കൊടുക്കുക, അതുപോലെ ഫില്ലിങ് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫില്ലിംഗ് ആട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ്. ഇത് സമൂസൻ്റെ ഉള്ളിലൊക്കെ കോട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു സമൂസയായിട്ട് വരുന്നുണ്ട്. ഇതിന് വരെ കുറച്ച് ചീസൊക്കെ ആഡാക്കുമ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് വരും. നല്ല രസമുണ്ട് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ആഡ് ആക്കുന്നത്. 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ചിക്കനൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിക്കൻ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേകാനൊന്നുമില്ല, എല്ലാം നല്ലതായി. നമ്മുടെ ക്യാപ്സിക്കൊന്നും വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്താ പറയുക, ഒരു പച്ചയാണോയെന്ന് വെച്ചാൽ പച്ചയല്ല, എന്നാലും വെന്തെന്ന് വെച്ചാൽ ഓക്കെ. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പാകം ഉണ്ടല്ലോ, ഒരു കടിക്കുമ്പോൾ ക്രിസ്പിയായി വരുന്ന. നമ്മളിപ്പോൾ ചൈനീസൊക്കെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് നിമിഷമല്ലേ ക്യാപ്സിക്കൊക്കെ ചേർക്കുന്നത്, അതുപോലെ ഒരു ഇതായിരിക്കണം കേട്ടോ. കുഴഞ്ഞു പോരുത് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ ഈ ഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. കുറച്ച് ഈസ്റ്റ് ഇട്ട് കുഴച്ചതാണ് കേട്ടോ. പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോയിൽ എടുത്തില്ല എന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഞാൻ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് പരത്തുകയാണ്. അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഞാൻ പരത്തിയിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് മാത്രമാണ് മാറ്റുള്ളൂ. ഞാനൊരു എൻ്റേതായ ഒരു ഡിസൈനിങ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അത് നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിന് തന്നെ വെച്ച് കൊടുക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അതായത് നെയ്യൊന്നും ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ഒരു ബോൾ കവറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബോളും കൂടി പരത്താം. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ബോൾ ഞാൻ പരത്താണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്ത്, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഒരു ബോളില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണം പരത്താൻ. കാരണം ആ ഒരു ഉണ്ടയുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ള ആ ഒരു മാവ്, അത് നമുക്ക് ഇതിന് വെച്ചിട്ട് കവർ ചെയ്യാനുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറുതായി കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കീറിപ്പോയി, മോൾ ഭാഗം കീറിപ്പോകാൻ പാടില്ല. ഇങ്ങനെ ചെറിയൊരു കീറി വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അതിലേക്ക് ആ ഒരു മാവ് പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ്, നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 കോട്ടിങ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല, പുറം ഭാഗം നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരു ഡിസൈനാക്കി നമുക്ക് കിട്ടും. നല്ലതല്ലേ കാണാൻ? എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്കൊരു വിയന്നാറിൽ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കൗതുകം, അത്ര മാത്രം. അല്ലാണ്ട് ഇതിൽ ടേസ്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഒന്നിൽ കോട്ട് ചെയ്താൽ ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു എല്ലാതും ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ നമുക്ക്. അങ്ങനെ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാണില്ലേ നല്ല ഭംഗിയില്ല ഡിസൈൻ കാണാൻ. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചട്ടി കുറച്ച് കൂടുതൽ ചൂടായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂട് കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗമാണെങ്കിൽ വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.